ഹലോ ഗൈസ്, ടുഡേ ഈസ് ബ്ലാക്ക് ഫ്രൈഡേ. ഇന്നിവിടെ എല്ലാവരും ഷോപ്പിംഗ് ചെയ്ത് തകർക്കുന്ന ദിവസമാണ്. പക്ഷേ ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൻ്റെയൊക്കെ പേരിൽ ഓൺലൈനായിട്ട് കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ച് കൂട്ടിയ കാരണം മേടിച്ച് കൂട്ടിയ കാരണം എനിക്കിനി ഷോപ്പിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു അവകാശമില്ല. പക്ഷേ ഇങ്ങനെ എല്ലാവരും ഷോപ്പിംഗ് ചെയ്യുന്ന ഓർത്തിട്ട് എനിക്ക് വീട്ടിലിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു എങ്ങനെയാണ് എല്ലാവരും ഷോപ്പിംഗ് ഒക്കെ നേരെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടെ ഒരു മോളിൽ പോയിട്ട് നമുക്ക് കണ്ടു നോക്കാം. സോ വി ആർ ഗോയിങ് ടു കിങ് ഓഫ് പ്രഷ്യർ മോൾ. അപ്പം നമ്മളിപ്പോൾ എവിടെ പോകണമെങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടാറുണ്ടോ? സോ ലെറ്റ് us go together to കിങ് ഓഫ് പ്രഷ്യർ മോൾ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുച്ചു. ബ്ലാക്ക് ഫ്രൈഡേ താങ്ക്സ് ഗിവിംഗ് ഒക്കെ ആകുമ്പോഴുണ്ടോ ഇവിടെ സഹിക്കാൻ വയ്യാത്ത തണുപ്പായിരിക്കും. 2 വർഷം മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് മോളിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിലാണെന്നൊക്കെ പറഞ്ഞല്ല, ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയായിരുന്നു. പക്ഷേ തണുത്ത് വിറച്ച് കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് മടുത്തിട്ട് ഒരു സാധനം പോലും മേടിക്കാതെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ ഈ വർഷം തീരുമാനിച്ചിരുന്നു ഇനി ഔട്ട്ലെറ്റ് മോളിലോട്ടൊന്നും പോകുന്ന പരിപാടിയില്ല. നമുക്ക് ഏതെങ്കിലും ഇൻഡോർ ആയിട്ടുള്ള മോളിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് പോയി നോക്കാമെന്ന്. സോ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് കിങ് ഓഫ് പ്രഷ്യ മോളിലാണ്. അത് ഇവിടുത്തെ ഒരു അത്യാവശ്യം നല്ലൊരു വലിയ മോളാണ് കേട്ടോ. അപ്പോൾ വീട്ടിലിങ്ങനെ തണുപ്പ് പിടിച്ച് മൊത്തത്തിൽ സൺലൈറ്റൊന്നും ഇല്ല, തണുപ്പ് പിടിച്ച് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. മോളിലൊക്കെ പോകുമ്പോൾ കുറേ ലൈറ്റൊക്കെ കാണും, പിന്നെ കുറേ ആൾക്കാരെയൊക്കെ കാണാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോകാമെന്നുള്ളത് പെട്ടെന്ന് ചടപടാന്നുള്ള തീരുമാനമായിരുന്നു. അത് കാരണം എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് മറ്റേ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ കട്ട, ചാർജ് ഇരിക്കുന്ന കട്ട, അത് പോയിട്ട് ഓടിപ്പോയി എടുത്തിട്ട് വരാം. കുച്ചും ബിബിനും കാറിലിരിക്കുകയാണ്. ലെറ്റ് മീ ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. Icha means fly. Icha so cool. Got it? My turn. Kuchu para. What is Kuchu's Malayalam word? I'm hungry. എനിക്ക് വിശക്കുവാന്നുള്ള എങ്ങനെ പറയുന്ന? I am hungry. മലയാളത്തിൽ പറ. വിശക്കുവാ, എനിക്ക് വിശക്കുവാ അമ്മ. പാർക്കിംഗ് കിട്ടാനായിട്ട് പാടാണ് ഇവിടെ. ഫുള്ളി പാക്ഡ്. എല്ലാരും ഇങ്ങനെ കറങ്ങി നോക്കുവാണ് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളത്. ചേട്ടൻ ഇതാ വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട്. നമുക്ക് അവിടെ കയറാം. സ്പോർട്സ് കാർ കുച്ചു. കുച്ചു എന്റെ പേര് പറഞ്ഞു. എന്താ കുച്ചു? ഓക്കെ. ഹലോ ഗായ്സ്, അപ്പം നല്ല തണുപ്പുണ്ട്. അതിൻ്റെ കൂടെ തണുപ്പിനെ ഇരട്ടിയാക്കാനായിട്ട് നല്ല കാറ്റുണ്ട്. സോ അപ്പം ഞങ്ങളിവിടെ കിങ് ഓഫ് പ്രഷ്യ മോളിലെത്തി. അപ്പോൾ കുറച്ച് നേരം എടുത്ത് ഞങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട്. ആൾക്കാരെല്ലാം പരാക്രമം പിടിച്ച് ഇങ്ങനെ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ പാർക്കിംഗ്. പക്ഷേ നിങ്ങൾ കണ്ട പോലെ ഒരു പാർക്കിംഗ് സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചു. ഇനിയിപ്പം നമുക്ക് മോളിനകത്തോട്ട് കയറാം. നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണണ്ട. Let me show you guys the mall here. King of Prussia Mall എന്നാണ് ഈ മോളിൻ്റെ പേര്. യെസ്, ആണ് കിങ് ഓഫ് പ്രഷ്യ മോൾ. ഈ മോൾ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് കേട്ടോ. ഇത് ഇവിടുത്തെ US തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോളാണ്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മോളിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കടയിലും 40 to 50% ഓഫാണ് ഏത് സാധനം എടുത്താലും. ഇന്നത്തെ ഒരു ദിവസം മാത്രം കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം മോളിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എത്രത്തോളം പെർമിറ്റഡ് ആണെന്ന് എനിക്കറിയത്തില്ല. കാരണം ആൾക്കാരുടെയൊക്കെ മുഖം വരുന്നതൊന്നും ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് അതർ പീപ്പിൾ ഫേസസ്. എൻ്റെ വീഡിയോയിൽ വേറെ ആൾക്കാരുടെ ഫേസ് വന്ന് അവർക്കതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് മോളിൻ്റെ അകം ഒത്തിരി ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ കണ്ട എൻ്റെ ചുറ്റിനും ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. എനിക്കും ബിബിനും കുച്ചുവിനും ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. നല്ല ഓഫറാണ് കേട്ടോ, 50% ഓഫ് കിട്ടി. അപ്പം ഇപ്പം ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ഞാൻ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം.
ചില്ലിങ് ഫ്രീസിങ് എല്ലാം കൂടെ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സുഖമുള്ള തണുപ്പാണ്. Será mi piel junto a tu piel? ¿Cómo será mi piel junto a tu piel? Cardo o ceniza, ¿cómo será? ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനാണ് നമ്മൾ പോകാൻ തുടങ്ങിയെങ്കിലും നമ്മളിപ്പോൾ അവസാനം എത്തിയിരിക്കുന്നത് മീൻകടയിലാണ്. നമ്മൾ കുറച്ച് മീൻ മേടിക്കാൻ പോവാണ്. എനിക്കാണെങ്കിലുണ്ടല്ലോ മീൻ വറുത്ത് കഴിക്കാനായിട്ട് പുതിയതായിട്ട് വരിക നമ്മുടെ കൈൻഡ് ഓഫ് ഫിഷ്. അപ്പം ഇവിടെ ചൈന കടയിൽ വന്നാൽ നമ്മുടെ ടൈപ്പ് ഓഫ് ഫിഷ് കിട്ടും. സീബാസ് എടുത്താലോ? സീബാസ് കാളാഞ്ചി അല്ലേ? ദിസ് വൺ ഈസ് സീബാസ്. സീബാസ് ഇതാ, ഇതാണ് സീബാസ്. സീബാസ് ഫിഷ് നമുക്ക് എടുക്കാം. സീബാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാളാഞ്ചിയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. സോ നമുക്ക് രണ്ടെണ്ണം എടുക്കാമല്ലോ? Yes. Amma, I want to pick it. എൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ചൈനക്കാരാണ് കേട്ടോ. എന്തൊക്കെ വെറൈറ്റി ഓഫ് സ്നാക്സും ഫുഡും ഒക്കെയാണ് അവർക്കുള്ളതെന്നറിയാമോ? ഞാൻ വേണ്ട ഈ ഒരു സാധനം മേടിച്ചു. ഓരോ തവണ ഞങ്ങൾ വരുമ്പോൾ ഇവരുടെ ഓരോ ബേക്കറി ഐറ്റംസ് മേടിക്കും. ദിസ് ഈസ് ബനാന ബ്രെഡ് അല്ല, വാട്ട് ഈസ് ദിസ്? ഇതെന്തോ ഒരു സ്ട്രോബെറി ബ്രെഡാണ്. ഇതാണ് ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല ഫ്രഷ് മീൻ വറുത്തത് കഴിക്കാനായിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നെന്ന്. അപ്പം ഞാൻ വീട്ടിൽ വന്ന ഉടനെ മീനൊക്കെ റെഡിയാക്കി അപ്പം തന്നെ വറുത്ത് കഴിക്കുവാണ്. പിന്നെ കൊച്ചിലെ തൊട്ട് എൻ്റെ ഒരു ശീലമാണ്, എൻ്റെ അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ചാണ് നമ്മൾ മീൻ വറുത്തതിൻ്റെ കൂടെ നമ്മളിങ്ങനെ സാലഡും കൂട്ടിയാണ് കേട്ടോ കഴിക്കാറ്. അങ്ങനെ വേണ്ട ഞങ്ങൾ മീൻ വറുത്തിട്ട് ഒരു 4 കഷ്ണം മീനാണ് കേട്ടോ ഞങ്ങൾ വറുത്തിരിക്കുന്നത്, എൻ്റെ ഒരു കൊതി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം 4 കഷ്ണം മീൻ ഞാനും ബിബിനും കൂടെ വേണ്ട കഴിക്കാൻ പോവാണ്. ഈ മീൻ വറുത്തതും നിങ്ങളിങ്ങനെ സാലഡും കൂട്ടി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കണം കേട്ടോ. മീൻ വറുത്തതിൻ്റെ കൂടെ നമ്മളിങ്ങനെ സാലഡൊക്കെ ഇട്ട് കഴിക്കുന്നത് അടിപൊളിയായിരിക്കും. എന്തായാലും ഞാനപ്പം മീൻ വറുത്തത് കഴിക്കട്ടെ. നല്ല ഫ്രഷ് മീൻ കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഉറപ്പാണല്ലോ നല്ല ടേസ്റ്റ്, ഫ്രഷ് ടേസ്റ്റ് കിടും അല്ലേ? എനിക്ക് മനസ്സിലായി. മറ്റേ വെട്ട് ഇങ്ങനെ ഐസിട്ട് വെച്ചത് മീൻ മേടിക്കണം. മറ്റേ ഫ്രഷ് അല്ല, എങ്കിലും ചെറിയൊരു ഇതാകുമ്പോൾ നല്ല ഫ്രഷാണ്. കിട്ടും. ഞാൻ നല്ല ഫ്രഷായിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സീബാസ് ഉണ്ടാക്കി കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നുണ്ട്, സൂപ്പർ. ഐ എം സോ ഹാപ്പി. എനിക്ക് എന്ത് കഴിച്ചാലും ഫ്രഷ് മീൻ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഭയങ്കരമായിരിക്കും. ഞാനിങ്ങനെ ഓരോ തവണ മീൻ മേടിക്കണം, അത് ഫ്രഷ് ആയിരിക്കും ടേസ്റ്റ് കാണുമെന്ന് ഞാൻ ടെൻഷൻ അടിച്ചായിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു 4 വർഷത്തിനിടയിൽ ഞാൻ കഴിച്ച വൺ ഓഫ് ദ ഫ്രഷ് ടേസ്റ്റിയസ്റ്റ് ബെസ്റ്റ് ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ അത്. സീബാസ് ഇതുവരെ ഞാൻ സീബാസ് മേടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. യാ, അടിപൊളിയായിരുന്നു. ഐ എം സോ ഹാപ്പി. ആദ്യത്തെ തവണ ഞാനൊരു 4 കഷ്ണം വറുത്ത് ഞാനും ബിബിനും കൂടെ കഴിച്ചു. പിന്നെയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരു 4 കഷ്ണം കൂടെ വറുത്ത് കഴിച്ചു. കുച്ചുവിന് അവനത്ര ഇഷ്ടപ്പെട്ടില്ല. എനിവേ ഗൈസ്, ഐ ആം സോ ഹാപ്പി. ഇനി ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞ പോലെ ഞാൻ മേടിച്ചോണ്ട് വന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ഓൺലൈനായിട്ട് കുറച്ച് ബ്ലാക്ക് ഫ്രൈഡേയുടെ പേരിൽ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അത് കാരണം തന്നെ ഞാൻ അധികം സാധനമൊന്നും മേടിച്ചില്ല. എങ്കിലും 2 ടോപ്പും എനിക്ക് 2 ടോപ്പ്, ബിബിനും 2 ബനിയൻ, കുച്ചുവിൻ്റെ ഒരു ബനിയൻ, അങ്ങനെയൊക്കെ ഞങ്ങൾ മേടിച്ചുള്ളൂ. എന്തായാലും മേടിച്ചുകൊണ്ട് വന്ന സാധനം ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ ഐറ്റം ഈ ഒരു ടോപ്പാണ് കേട്ടോ. നമുക്കിങ്ങനെ വിൻ്ററിലൊക്കെ ഇടാൻ പറ്റിയ, ഇവിടെ എല്ലാം ഇപ്പോൾ ഉള്ള കടയിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇങ്ങനത്തെ വിൻ്റർ ക്ലോത്ത്സ് ആണ്. സോ ഇങ്ങനത്തെ ഒരു ടോപ്പ്. എനിക്ക് ഈ കളറില്ല, ആൻഡ് ഐ ലൈക്ക് ദിസ് കളർ. ഇപ്പം ഓരോ സമയത്ത് എനിക്ക് ഓരോ കളറായിരിക്കും ഇഷ്ടം. ഇപ്പം എൻ്റെ ഫേവറേറ്റ് കളർ പച്ചയാണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് പച്ചയാണ് ഞാനിപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കാറ്. യാ, ദിസ് ഈസ് വൺ ഓഫ് ദ ടോപ്പ്. ഇഷ്ടപ്പെട്ടോ? ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ടോപ്പ്
അതും വേറൊരു പച്ച കളറിൽ അതിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ വേറൊരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഒരു ടോപ്പ്. എനിക്കത്ര ചേരുന്നില്ല എന്തോ, പക്ഷേ എനിക്കെന്തോ പച്ച കളർ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 50% ഓഫിനാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ എത്രയാ $12 അങ്ങനെ എന്തോ കിട്ടി. ഗുഡ് ഓഫറാണ്. ഇത് ഞാൻ മേടിച്ചത് ഓൾഡ് നേവിയിൽ നിന്നാണ്. അടുത്തത് പിന്നെ എൻ്റെ സാധാരണ നമുക്കിങ്ങനെ അകത്തിടാൻ പറ്റിയ ടൈപ്പ് സാധാരണ ഒരു ടോപ്പ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ദിസ് വാസ് ഫോർ $8. ലൈക്ക് സാധാരണ ഒരു ടീഷർട്ട്. ഇത് എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പച്ച കളറാണ് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ വേറൊരു ബ്ലാക്ക് ഷെയ്ഡ്, ഇതിൻ്റെ ഇങ്ങനെ ഒരു സാധാ ഒരു ബ്ലാക്ക് ടോപ്പ് നമുക്കിങ്ങനെ ഓവർ എന്തെങ്കിലും ഇട്ടിട്ടേ അകത്തിടാൻ പറ്റിയ ടൈപ്പ് ഇങ്ങനെ ബ്ലാക്ക് കളറിലെ ടോപ്പ് മേടിച്ചു. പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഐറ്റംസ്. പിന്നെ വിപിനെയും കൊണ്ടും ഇങ്ങനത്തെ പച്ചയാണ് എടുപ്പിച്ചിരിക്കുന്നത്. വിപിന് ഇങ്ങനത്തെ ഒരു ചാണക പച്ച കളറല്ലേ. വിപിൻ്റെ ഈ ടോപ്പും എൻ്റെ ഈ ടോപ്പും എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്നു. ഈ ഒരു ചാണക പച്ച കളറിലെ ഈ ഒരു ഇത് മേടിച്ചു. വിപിൻ്റെ ഈ ടോപ്പ് 50% ഓഫ് കഴിഞ്ഞപ്പോഴത്തേനും ദിസ് ഈസ് ഓൾസോ $12 അങ്ങനെ എന്തോ. വിപിനും വിപിൻ മേടിച്ച നേരത്തെ ആ ഷെയ്ഡിൻ്റെ വേറൊരു ഷെയ്ഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയോളം ഞങ്ങൾ മേടിച്ചത്. എല്ലാം ഞങ്ങൾ ഓൾഡ് നേവിയിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ കുച്ചുവിന് അവന് ഇന്നാൾ കുറേ ഷോപ്പിംഗ് ചെയ്തു. അവന് കുറേ ഡ്രസ്സ് മേടിച്ചു. അത് കാരണം അവന് കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. പിന്നെ അവന് അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു ബനിയൻ മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാണ്. ഭയങ്കര ആൾക്കാരും ഭയങ്കര തിരക്ക്. നമ്മൾ ഓരോ കടയിലും സാധനം മേടിച്ചാലും ഭയങ്കര ക്യൂ നിൽക്കണം. പിന്നെ നമ്മൾ ഡ്രസ്സ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പിന്നെയും ക്യൂ നിൽക്കണം. അപ്പോൾ കുറേ നമ്മൾ മടുക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വരണ്ട എന്ന് തോന്നും. ഇനിയിപ്പോൾ അടുത്ത വർഷം ഞാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം പോയതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പോയില്ല. പിന്നെ ആ ഓർമ്മ മറന്നുപോയപ്പം ഈ വർഷം ഓർമ്മ വെച്ചിട്ട് പോയില്ലെന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ പോയി ഇങ്ങനെ ക്യൂ നിന്നത് ഓർത്തപ്പോഴത്തേനും ഞാൻ പോയില്ല. ഈ വർഷമായപ്പം അതിൻ്റെ ഓർമ്മ കുറച്ച് കുറഞ്ഞപ്പം ഞാൻ ഈ വർഷം പിന്നെയും പോയി. ഇനിയിപ്പോൾ അടുത്ത വർഷം ഈ ഓർമ്മ നിൽക്കുന്ന കാരണം മിക്കവാറും ഞാൻ ഇനി അടുത്ത വർഷം പോകത്തില്ല. മടുത്തു പോവും. അതിലും ഭേദം നമ്മൾ ഓൺലൈനായിട്ട് സംഭവം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഈസി ആയിട്ട് നടക്കുമല്ലോ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ്. നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് തുടങ്ങി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുകളിൽ നിറച്ചു ആൾക്കാരായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേനും എൻ്റെ വീഡിയോയിൽ വേറെ ആൾക്കാർ വരുന്നതോ എനിക്ക് താല്പര്യമില്ല. പിന്നെ താല്പര്യമില്ലാത്ത ഒത്തിരി പേര് കാണുമല്ലോ. നമ്മളായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ ഏത് ക്യാമറയിൽ എൻ്റെ ഫോൺ വെച്ചാലും ചുറ്റിനും ആൾക്കാരാണ്. എനിക്ക് ഒരു വിധത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് നിങ്ങളെ ഞാൻ മുകളിലകത്തെ കാഴ്ചകളൊന്നും കാണിക്കാഞ്ഞത്. എങ്കിലും ഞാൻ അത് കഴിഞ്ഞ് പിന്നെ യാതൊരു ബന്ധമില്ല. നമ്മൾ മീൻ കടയിൽ പോയില്ലേ, മീൻ മേടിച്ചില്ലേ, സക്സസ്ഫുള്ളായിട്ട് മീൻ വറുത്ത് കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. ബൈ ബൈ.